മധുതേടുന്ന ശലഭങ്ങൾ പോലെ ആശിക്കീങ്ങൾ വന്നണയുന്ന പ്രണയനഗരം എൻ്റെ മദീന. ആ മദീനയിലേക്ക് ഇന്നൊരു പ്രഭാതത്തിൽ പ്രണയത്തിൻ്റെ ചിറകിലേറി ഞാൻ മനസ്സുകൊണ്ട് മദീനയിലേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ യാത്രയിലേക്ക് നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. കാൻകാഹിൽ ഇതുവരെയില്ലാത്ത ഒരു സുഗന്ധം പരന്നൊഴുകുന്നത് പോലെ വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും മാറി മാറി പ്രണയിച്ച ഭൂമിക്കിപ്പോൾ വസന്ത ഋതുവാണ്. ദർവേഷുകളുടെ ചുണ്ടുകളിൽ സ്വലാത്തിൻ്റെ ശീലുകൾ, കണ്ണുകളിൽ ഇഷ്കിൻ്റെ തിളക്കം, പുണ്യപ്രവാചകൻ്റെ അനുപമ വ്യക്തിത്വവും ശുഭ്രമനോഹരമായ ജീവിതവും എന്നും തൂലികകളെ നൃത്തം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ പർണശാലയിലെ കാറ്റിന് പോലും ഇപ്പോൾ പ്രണയത്തിൻ്റെ തണുപ്പുണ്ട്. കൂട്ടുകാരെ, മുത്തുനബിയുടെ മദ്ഹാണ് ഈ ഭൂമിയെ അലങ്കരിക്കുന്നത്. ഹബീബിനോട് പ്രേമം വെക്കുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാകുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു, ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാനാകുക 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അതിൽ ഒന്നാമത്തതും പ്രധാനപ്പെട്ടതുമാണ് അള്ളാഹുവും അവൻ്റെ റസൂലും. അവന് മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതാവുക എന്നത് അത് തന്നെയാണ്. വിശ്വപ്രസിദ്ധമായ അറേബ്യൻ ക്ലാസിക് ബാനത്ത് സുഹദ, വിഖ്യാതമായ സ്നേഹകാവ്യം വിതിരിയയും വിശുദ്ധമായ പ്രവാചക പ്രകീർത്തന കാവ്യം ബുറുദ, ഇവയുടെ വരികൾ നിലാവ് പെയ്യുന്ന വഴികളിൽ നിറയെ കാൽപ്പനിക പുഷ്പങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. ഒന്നെടുത്ത് നാദാസ്വരങ്ങളിൽ വെച്ച് നോക്കൂ. പ്രവാചക സ്നേഹത്തിൻ്റെ ലഹരി നമ്മെ മത്തുപിടിപ്പിക്കാതിരിക്കില്ല. പ്രവാചകൻ്റെ പൂങ്കാവനത്തിലെ സ്നേഹമതു കണ്ടെത്തിയാൽ പിന്നെ ഏത് തലക്കാണ് മത്തുപിടിക്കാത്തത്? ആ ലഹരിയിൽ മതിമറന്ന ഏത് ആഷിക്കാണ് പാടാത്തത്? രാക്കുയിലുകളെ പോലെ അറേബ്യൻ സൈകത പരപ്പിലൂടെ, പർവ്വത ശിഖരങ്ങളിലൂടെ, താഴ്വരകളിലൂടെ ദർവേഷുകൾ സ്നേഹഗീതികളായി അലയുകയാണ്. അതിലൊരാളായി ഞാനും നിങ്ങളും. ഈ നായകൻ്റെ ധവളിമയിൽ ആരാണ് അതിശയിച്ചു നിന്നു പോകാത്തത്? ആ പ്രകാശജാജ്വല്യത്തിൽ ഏത് കണ്ണുകളാണ് അഞ്ചിപ്പോവാത്തത്? ആ അസാധാരണത്വത്തിന് മുന്നിൽ ആരാണ് അത്ഭുതപ്പെടാതിരുന്നത്? ആ സ്നേഹത്തണലിൽ ആരാണ് അഭയം തേടാത്തത്? ആ കാരുണ്യ പൂഞ്ചോലയിൽ നിന്ന് ആരാണ് ദാഹം തീർക്കാത്തത്? ആ വെളിച്ചത്തിലേക്ക് ആരുടെ ജാലക പഴുതുകളാണ് തുറക്കാതിരുന്നത്? ഏത് ദർവേഷാണ് കണ്ണീരൊഴുക്കി ആ പ്രണയിനിയെ ഓർക്കാതിരുന്നിട്ടുള്ളത്? ഏത് കാൻകാഹിലാണ് ദഫിൻ്റെ താളലയങ്ങളിൽ ഈ മധുഹുകൾ പാടാതിരുന്നിട്ടുള്ളത്? വിയോഗത്തിൻ്റെ 14 നൂറ്റാണ്ടിനപ്പുറവും എത്ര സ്നേഹവായ്പുകളുടെയാണ് മദീനയുടെ നായകനെ മുഹിബ്ബീങ്ങൾ ഓർക്കുന്നത്. നായക, ഞങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴിയോരങ്ങളിൽ മുഹമ്മദീയ പ്രകാശമാണ് വഴികാട്ടുന്നത്. ആഷിക്കീങ്ങളുടെ ചുണ്ടുകളിൽ ഇപ്പോഴും വാൻമരച്ചില്ലയിൽ തമ്പുരു മീട്ടുമ്പോഴുള്ള ഗസലിൻ്റെ ഇരടികളാണ്. പിന്നിട്ട ജീവിതയാത്രയിൽ എത്രയോ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. പക്ഷേ ഈ പർണശാലയിൽ ഇവിടെ ഇരിക്കാൻ ഇത്രയധികം സൗന്ദര്യമുണ്ടായിരുന്നു എന്നറിയുന്നത് ഇന്നു മാത്രമാണ്. നാം ഇപ്പോൾ നിൽക്കുന്നത് സൗർഗോയുടെ അരികിലാണ്. ഓർമ്മകൾ 14 നൂറ്റാണ്ടിനപ്പുറത്തേക്ക് കടന്നു പോകുകയാണ്. ഹിജ്റയുടെ വേളയിൽ ജന്മനാട്ടിൽ നിന്ന് യസ്രിബിലേക്കുള്ള പലായന വേളയിൽ മുത്തുനബി സിദ്ദീഖിനൊപ്പം ഇവിടെ നിന്നാണ് യാത്ര തിരിച്ചത്. ശത്രുവിൻ്റെ കാൽപ്പെരുമാറ്റവും വാൾതലപ്പുകളുടെ തിളക്കവും ഗുഹാമുഖത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയെ ചേർത്ത് പിടിക്കുകയാണ്.